ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല ഒന്നാം ഘട്ട സമർപ്പണം ആഘോഷമായി. എല്ലാവരിലേക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യമാണ് വിദൂര വിദ്യാഭ്യാസം വിഭാവനം ചെയ്തതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. വിവിധ സർവകലാശാലകളുടെ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുകയാണ് ഒന്നാം പിണറായി സർക്കാർ തുടങ്ങിയ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി. ലോകത്ത് ആദ്യ തദ്ദേശ സ്വയംഭരണ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ 2200 പഠിതാക്കളിൽ 2080 പേർ വിജയിച്ചു. സംസ്ഥാനത്ത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അംഗീകരിച്ച 24 പഠനകേന്ദ്രങ്ങളിൽ 22 കോഴ്സുകളിലായി 22,000 പേർ പഠിക്കുന്നു. ഇതിൽ 12 ബിരുദം, 12 ബിരുദാനന്തര ബിരുദ കോഴ്സുകൾക്ക് പുറമെ 6 കോഴ്സുകൾക്ക് കൂടി UGC അംഗീകാരം ലഭിച്ചതോടെ കേരളത്തിലെ എല്ലാ സർവകലാശാലകളിൽ നടത്തിയിരുന്ന വിദൂര വിദ്യാഭ്യാസ കോഴ്സുകൾ നിയമപ്രകാരം ഇനി ശ്രീനാരായണ ഗുരു സർവകലാശാലകളുടെ കീഴിലായി. കേരളത്തിൽ അടുത്ത വർഷം ആരംഭിക്കുന്ന 4 വർഷ ബിരുദ കോഴ്സിന്റെ രൂപഘടന സർവകലാശാല സ്വയം വികസിപ്പിച്ചത് UGC അംഗീകാരത്തിനായി സമർപ്പിച്ചു. മറ്റ് സർവകലാശാലകൾ ഇതുവരെ രൂപഘടന തയ്യാറാക്കിയിട്ടില്ലെന്നതും ശ്രദ്ധേയം. സൂക്ഷ്മ സംരംഭകർക്കായി ആരംഭിച്ച നാനോ എന്റർപ്രണർഷിപ്പ് കോഴ്സ് രാജ്യത്ത് ആദ്യമെന്ന് ഒന്നാം ഘട്ടം സമർപ്പിച്ചുകൊണ്ട് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. സ്റ്റഡി മെറ്റീരിയൽസും എല്ലാമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് സന്തോഷകരമാണ്. സ്വയം പഠന സാമഗ്രികൾ, വീഡിയോ ക്ലാസുകൾ, പരീക്ഷാ നടത്തിപ്പ് മാനുവൽ എന്നിവയുടെ പ്രകാശനവും മന്ത്രി നടത്തി. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ PM മുബാറക് പാഷ അധ്യക്ഷനായിരുന്നു. പ്രോ വൈസ് ചാൻസലർ SV സുധീർ, രജിസ്ട്രാർ DMBV ദിവാകരൻ, കവി കുരിപ്പുഴ ശ്രീകുമാർ, സർവകലാശാല സിൻഡിക് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. കൈരളി ന്യൂസ്, കൊല്ലം.